ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിൽ മോഡറേഷൻ ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ളത്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് കടക്കാം. പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിൽ മോഡറേഷൻ ഉണ്ടായിരുന്നു എന്ന്. മോഡറേഷൻ ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ളത്. പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോഴും നമുക്കതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. റിസൾട്ട് വരുമ്പോൾ ആദ്യം വിദ്യാർത്ഥി ഫെയിൽ എന്ന് കാണിക്കും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റിസൾട്ട് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടും. ആ സമയം പാസ് എന്നായി മാറുന്ന ഒരു ദൃശ്യങ്ങൾ അത് നമുക്ക് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പല പരീക്ഷകളിലും പല സെം എക്സാമുകളിലും നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. അത് ആദ്യം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണുക. നിങ്ങൾ ഫെയിൽ ആയതായിട്ടും കാണിക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റിസൾട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടും. അന്നേരം അത് പാസ്സായി മാറാറുമുണ്ട്. അപ്പോൾ അത് മോഡറേഷനിലൂടെയാണ് പാസ്സാകാറ്. എന്നാൽ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ കാര്യത്തിൽ മോഡറേഷൻ ഉണ്ടായിരുന്നു എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് തേർഡ് സെമസ്റ്റർ എക്സാമിൽ ഇത്തവണ മോഡറേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? സാധാരണഗതിയിൽ മോഡറേഷൻ കൊടുക്കുമ്പോൾ പല വിദ്യാർത്ഥികളും എന്താണ് പല വിഷയങ്ങളിൽ തോക്കുമ്പോഴും മോഡറേഷൻ മാർക്കും കൂടെ വിദ്യാർത്ഥികൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ പല സബ്ജക്റ്റുകളിലും നിങ്ങൾ ജയിക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് പല വിഷയങ്ങളും നിങ്ങൾ ഫെയിലായി നിങ്ങൾക്ക് സപ്ലി വരുമ്പോൾ മോഡറേഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ആ വിഷയം നിങ്ങൾ പാസ്സായി പോകാറുണ്ട്. എന്നാൽ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ മോഡറേഷൻ മാർക്ക് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ മോഡറേഷൻ മോഡറേഷൻ മാർക്ക് യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അവർ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മോഡറേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ സെം എക്സാമിൽ മോഡറേഷൻ കൊടുക്കാറില്ല എന്നാണ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ തേർഡ് സെമ്മിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ മോഡറേഷൻ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ജയിക്കാൻ സഹായിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം റിസൾട്ടിൻ്റെ സമയം മോഡറേഷൻ യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നം യൂണിവേഴ്സിറ്റി മോഡറേഷൻ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മോഡറേഷൻ മാർക്ക് നിങ്ങളുടെ റിസൾട്ടിൽ ഇൻക്ലൂഡ് ആവില്ല. നിങ്ങളുടെ റിസൾട്ടിൽ മോഡറേഷൻ മാർക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് മാത്രമായിരിക്കും. നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുത്ത മാർക്ക് മാത്രമാണ് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാകുക. മോഡറേഷൻ മാർക്ക് ഇത്തവണ ഉണ്ടാവില്ല. കാരണം മോഡറേഷൻ കൊടുക്കാറില്ല എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. അതുപോലെ തന്നെ തേർഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ ടൈമിൽ മോഡറേഷൻ മാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡറേഷൻ ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകളുണ്ട് തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.